മുറിവ് എന്ന ചിത്രം തീർച്ചയായിട്ടും ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്ത് അജയ് വാസുദേവ് എന്ന ഡയറക്ടറെ മാസാക്കി കാണിച്ച അദ്ദേഹം മാസാണല്ലെങ്കിലും അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ എടുത്ത് നമ്മള് മമ്മൂക്കയുടെ ഒരുപാട് ചിത്രങ്ങളൊക്കെ കണ്ട് ഒരു കോരിത്തരിച്ച ഒരു സംവിധായകനാണ് അജയ് വാസുദേവ്. അദ്ദേഹം ഒരു മാസ കഥാപാത്രമായി മുറിവിലൂടെ വന്നു. പിന്നെ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. മുറിവ് എന്ന ചിത്രം ഒരുപാട് മെസ്സേജ് പറയുന്ന ഒരു ചിത്രമാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തില് യുവതലമുറ എന്ന് വഴിതെറ്റി പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതെല്ലാം തുറന്നു കാട്ടുന്ന ഈ ഒരു 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ചിത്രം, ഒരു ലാഗുമില്ലാതെ കേശമീർ എന്ന ഒറ്റപ്പാലങ്കാരൻ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നെട്ടിച്ചിരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് വിഷയങ്ങളെ അത് ഇത്രയും കോർത്തിണക്കിക്കൊണ്ട് ഈ ഒരു ചിത്രം നമുക്ക് വരച്ചു കാണിക്കുന്നുണ്ട്. നമ്മള് നിസ്സാരമായി കരുതുന്ന ഒരു കാര്യം അതിൽ നിന്ന് ഒരു ദുരന്തമായി മാറുന്ന ഒരു കാഴ്ച അത് ഈ ഒരു ചിത്രത്തിൽ പ്രതിപാദിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ഫാമിലിക്ക് ഒരു മെസ്സേജ് നൽകുന്ന ഒരു സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജാണ് പടത്തിലെ എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല പടം. പുതുമുഖങ്ങളാണ് 90%. അതോടൊപ്പം തന്നെ അജയ് വാസുദേവും സ്ക്രിപ്റ്റ് റൈറ്റർ നിഷാദ് കോയയും ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുടുംബമായിട്ട് കാണേണ്ട ഒരു പടമാണ്. നല്ലൊരു മെസ്സേജ് ഉണ്ട്. നിർബന്ധമായിട്ടും അല്ലല്ല, ഞാന് ശരിക്കും പടത്തിൽ ഞാൻ എസ് ഐ വിജയകുമാർ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പൊ അന്ന് വെട്ടി ഇപ്പൊ ഇത് വേറൊരു പടത്തിന് വേണ്ടി വീണ്ടും മുടിയും താടിയൊക്കെ വളർത്തിയിരിക്കുന്നതാണ്. അതില് ഇപ്പൊ മുറിവെന്ന പടത്തിൽ മുടിയൊക്കെ വെട്ടിയ ഒരു എസ് ഐ ആണ്. ആ തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഏത് ചിത്രങ്ങളിലും ഒരു മെസ്സേജ് ഉണ്ടെന്ന പോലെ തന്നെ മുറിവെന്ന് പറയുന്ന ഈ ചെറിയൊരു പടത്തിലും സമൂഹത്തിന് നൽകാൻ പറ്റുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് എന്താണെന്ന് നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. തീർച്ചയായിട്ടും മാതാപിതാക്കള്, അതായത് പെൺകുട്ടികളുള്ള മാതാപിതാക്കള് നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. ഇതിൽ ഞാൻ സന്ദീപ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാതെ വന്ന് കണ്ട പടമാണ്. കാരണം ബാക്കി ഞാൻ ഇപ്പൊ എന്റെ 3ാമത്തെ മൂവിയത്. ബാക്കി 2 മൂവിക്കകത്തും ത്രൂ ഔട്ട് ക്യാരക്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതില് ത്രൂ ഔട്ട് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷൻ കൂടുതലായിരുന്നു. എന്താ അവസ്ഥ അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ട പടം സന്തോഷം തോന്നി. കാരണം നല്ലൊരു പടത്തിന്റെ ഭാഗമായിട്ട് തോന്നാനും അതുമല്ല മുഴുവൻ സൈക്കോ ത്രില്ലിംഗ് മൂവി അല്ലാതെ തന്നെ അവസാനം കൊണ്ട് ഒരു ഇമോഷണൽ ആക്കി പ്രേക്ഷകരെല്ലാവരും ഒരു വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുപോകുന്ന പടം. അപ്പൊ എന്തായാലും റിവ്യൂ ഒന്നും കാണാതെ പടം തിയേറ്ററിൽ പോയി തന്നെ പടം കാണണം. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്താലേ അതിനൊരു ഫീൽ മനസ്സിലാകത്തുള്ളൂ. ഇതിൽ തീർച്ചയായിട്ടും മൊത്തം പുതുമുഖങ്ങളാണ്. ടെക്നിക്കൽ സൈഡിലാണെങ്കിലും ബാക്കി എല്ലാ സൈഡിലും പുതുമുഖങ്ങളാണ്. പക്ഷെ പുതുമുഖങ്ങളാണെങ്കിൽ പോലും അവർക്ക് ആ ഒരു തോന്നാറില്ല പുതുമുഖമാണെന്നുള്ള. എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റിനെ പോലെയാണ് എല്ലാ ആൾക്കാരും പെരുമാറിയിട്ടുള്ളത്, അഭിനയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു അനുഭവമായിരുന്നു ഈ പടം. അതുകൊണ്ട് തന്നെ ഫാമിലിയായിട്ട് തന്നെ ഈ പടം കാണാൻ പോകണം. അതുപോലെ പെൺകുട്ടികളെ കുറിച്ച് കൂടുതലായിട്ടും എന്താണ് ചർച്ചാ വിഷയമാകുന്നൊരു സബ്ജക്ട് തന്നെയാണ് മുറിവ് എന്ന മൂവി. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ത്രില്ലിംഗ് മൂവി തന്നെ ആയിരിക്കും മുറിവ്. താങ്ക് യു സോ മച്ച്. മുറിവിലെ എക്സ്പീരിയൻസ് മുറിവിലെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഇപ്പം തിയേറ്ററിൽ റെസ്പോൺസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നല്ല രീതിയിൽ വരും നമുക്ക് അറിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു റെസ്പോൺസ് പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതിന്റെ ഒരു സന്തോഷം, ഭയങ്കര സന്തോഷമുണ്ട്. പ്രേക്ഷകര് പറയാനുള്ളത് ഇനിയും പ്രേക്ഷകർ വന്ന് കാണണം. ഇത് ഫാമിലി ഓറിയന്റഡ് സിനിമയാണ്. എല്ലാരും കാണണം. അച്ഛനമ്മ, മക്കളുടെ പെൺമക്കൾ പ്രത്യേകിച്ചും കാണണം. അവർ ഈ കാലത്ത് എങ്ങനെ ആക്ട് ചെയ്യണം, എങ്ങനെ റിയാക്ട് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നല്ലൊരു സ്റ്റോറിയാണ്. കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു കഥ തന്നെയാണ്. സിനിമ ചെയ്ത എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഞാൻ ഫസ്റ്റ് സിനിമയാണ് ചെയ്യുന്നത്. ഇപ്പം വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഡയറക്ടർ അജയ് വാസുദേവ്, അജയേട്ടന്റെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. അപ്പം അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ പഠിക്കാൻ പറ്റി. നന്നായിട്ട് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് സിനിമ എക്സ്പീരിയൻസ്, മുറിവിന്റെ എക്സ്പീരിയൻസ്? ഇതിന്റെ അടുത്ത മൂവിയാണ്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും പോയി കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തായാലും പറയണം. തീർച്ചയായിട്ടും നല്ലൊരു സ്റ്റോറിയാണോ പ്രേക്ഷകർക്ക് നൽകിയിരിക്കുന്നത്? തീർച്ചയായും. കാരണം നമ്മൾ മെയിനായിട്ട് പെൺകുട്ടികൾ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നേരിടുമ്പോൾ അപ്പം അത് എങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് പ്രോബ്ലം അതിജീവിക്കാൻ പറ്റുമെന്നുള്ളത് വരെ മൂവിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ചെറിയ മൂവിയാണിത്. പക്ഷെ എന്നാൽ പോലും അതിന്റെ കണ്ടന്റ് വലുതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും പോയി കാണുന്നത്. പ്രേക്ഷകർക്ക് നല്ലൊരു മെസ്സേജുള്ള ചിത്രമാണ് നൽകിയിരിക്കുന്നത് പറയാമോ?
അത് തീർച്ചയായും അത് നിങ്ങൾ എന്തായാലും പോയി കാണുക. മുറിവ് എന്ന ചിത്രത്തിലെ എക്സ്പീരിയൻസ് ഭയങ്കര ഹാപ്പിയാണ്. നല്ലൊരു സിനിമയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നല്ല, പ്രതീക്ഷിച്ചാലും ഒന്നുകൂടി ഞങ്ങൾ നല്ല രീതിക്ക് ഇതിന്റെ ഒരു ഔട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക, കാണാതിരിക്കരുത്. പെൺമക്കളുള്ള ഓരോ ഫാമിലീസും വന്ന് കണ്ടിരിക്കേണ്ട സിനിമയാണ്.